നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ബീന വിജയൻ. ഇന്ന് നമുക്ക് ബിരിയാണിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനായ ഒരു നാരങ്ങ ഈത്തപ്പഴ അച്ചാറ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നല്ലൊരു നാരങ്ങ പിക്കിളിന് ഇത് 1 കിലോ നാരങ്ങയുണ്ട്. ഞാനൊരു കുറച്ച് എള്ളെണ്ണയാണ് അതും കൂടെ ഒഴിച്ച് ഇതൊന്ന് വാട്ടിയെടുക്കുകയാണ്. ഇത് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുത്തു. ചില നാരങ്ങയൊക്കെ പെട്ടെന്ന് പൊട്ടുന്നുണ്ട്. അതൊക്കെ പതുക്കെ ഇങ്ങോട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ അതിൽ ജ്യൂസാണ്. പെട്ടെന്ന് മാറ്റി കൊടുക്കാം. നാരങ്ങയൊക്കെ നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി ഒരു നല്ല തുണി വെച്ച് തുടച്ചെടുക്കുക, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുക്കുകയോ ചെയ്യുക. ഇത് ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് 4ആയിട്ട് കീറിയെടുക്കാം. 4ആയിട്ടോ അത് അവരവരുടെ ഇഷ്ടം പോലെ 4ആയിട്ടോ 6ആയിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ഈ പിക്കിളിലേക്ക് നമ്മൾ ഡേറ്റ്സ് ഇടുന്നുണ്ട്. ഇതുപോലെ സീഡില്ലാത്ത ഡേറ്റ്സ് മേടിക്കാൻ കിട്ടും. അത് ഞാൻ ഇവിടെ ഒരു 200 ഗ്രാം ഇടുന്നുണ്ട്. ഇത് ബിരിയാണിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ പിക്കിള്. ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് ഇതുപോലെ കുഴിയൻ സ്പൂണിന് ഒരു 2 സ്പൂൺ എള്ളെണ്ണ ജിഞ്ചിലി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കടുകിടാം. 1 സ്പൂണോളം കടുകിടുകയാണ്. കടുക് നല്ല രീതിയിൽ ഒന്ന് പൊട്ടി വരട്ടെ. കടുക് നല്ല രീതിയിൽ പൊട്ടി അതിലേക്ക് അതുപോലെ തന്നെ 1 സ്പൂൺ വെളുത്തുള്ളി അരച്ചതാണ്. അതുപോലെ തന്നെ 1 സ്പൂൺ ഇഞ്ചി അരച്ചത് കൂടെ നല്ല രീതിയിൽ മൂപ്പിക്കണം. ഒന്ന് നല്ല രീതിയിൽ മൂത്ത് വരട്ടെ. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇവിടെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടി അതും 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. മുളക് പൊടിയൊക്കെ നല്ല രീതിയിൽ മൂത്തിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരു 200 ഗ്രാം ഈത്തപ്പഴം അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കുകയാണ്. കുറച്ച് വെള്ളം കൂടി, ഇത് വേകാനായിട്ട് കുറച്ച് വെള്ളം കൂടി, 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഈത്തപ്പഴം ഇട്ട് നമ്മൾ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നല്ല രീതിയിലൊന്ന് തിളക്കട്ടെ. ഈ സമയത്ത് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അത് 1/2 ടീസ്പൂൺ ഇടുവാണ്. ഇത് അധികം ആവരുത് കേട്ടോ, 1/4 ടീസ്പൂൺ മതി. അതായത് കയ്പ്പ് വരുന്നൊരു സാധനമാണ്, കുറച്ചിട്ടാൽ മതി. പിന്നീട് കായം അതും ഒരു 1/2 ടീസ്പൂണോളം ഇടാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നാരങ്ങ അരിഞ്ഞതിന് ശേഷം നമ്മൾ അല്പം ഉപ്പിടുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഇതിലേക്ക് ആവശ്യമായ ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നല്ല രീതിയിലൊന്ന് ഈത്തപ്പഴം വെന്തോട്ടെ. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തു. ഇത് നമ്മുടെ ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്തു. ഇതിലേക്ക് അല്പം വിനീഗർ ഒഴിക്കുകയാണ്. ഒരു 2 സ്പൂൺ, ചെറിയ സ്പൂണാണ്. നാരങ്ങയുടെ പുളിയും ഉണ്ടല്ലോ, അപ്പോൾ ഇതിനാവശ്യമായ പുളിക്കുള്ള വിനീഗറാണ് ഒഴിച്ചു കൊടുത്തത്. ഇതൊന്ന് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഈത്തപ്പഴത്തിന് ആവശ്യമായ വിനീഗർ ഒഴിച്ചു കൊടുക്കണം. നാരങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള പുളിയുണ്ട്. ഈ ചെറിയ ടീസ്പൂണിന് 2 സ്പൂണാണ് ഒഴിച്ചു കൊടുത്തത്. ഞാൻ 2 സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കണം. അത് ടേബിൾ സ്പൂൺ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. ഇത് ടീസ്പൂണാണ്, അതാണ് 4 ഒഴിച്ചത്. ഇത് നല്ല രീതിയിൽ തിളച്ചു. ഇതിന്റെ ഉപ്പൊക്കെ പാകമാണ്. ഇനി നമ്മൾ തീ ഓഫ് ആക്കുകയാണ്. ഇത് ഞാൻ കുറച്ച് കാന്താരി മുളക് വിനീഗറിലും ഉപ്പിലും ഇട്ട് വെച്ചതാണ്. അതും ഇതിന്റെ കൂടെ ഇടുകയാണ്. ഇതൊന്ന് തിളച്ചോട്ടെ.
ഇനി ഈ കൂട്ട് ആറിയതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയായിട്ട് മിക്സ് ആക്കുന്നത്. ഇനി ഇത് നല്ല രീതിയിൽ, ഞാനിപ്പോൾ ഇത് തീ ഓഫ് ആക്കുകയാണ്, നല്ല രീതിയിൽ ഇതൊന്ന് തണക്കാൻ അനുവദിക്കുകയാണ്. അതിനുശേഷം അരിഞ്ഞു വെച്ച നാരങ്ങയായിട്ട് മിക്സ് ചെയ്യാം. നാരങ്ങ ഇതുപോലെ അരിഞ്ഞിട്ട് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചതാണിത്. ഇതിപ്പോ നമ്മുടെ ഈ കൂട്ട് ആറിയിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാണ്. ഇത് ആറിയതിന് ശേഷം മിക്സ് ചെയ്താൽ മതി. അങ്ങനെ ഇത് അരപ്പെല്ലാം ആറിയതിന് ശേഷം നാരങ്ങയായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇതൊരു ഒരു ദിവസം പുറത്തിരിക്കണം. അതിന് ശേഷം ഇതിന്റെ കുപ്പിയിലൊക്കെ ആക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിന്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് പൊടി ചേർത്തിട്ട് കുപ്പിയിലാക്കിയാൽ മതി. ഇപ്പോൾ ഈ പാത്രത്തിൽ തന്നെ ഇരിക്കട്ടെ. എന്നാന്ന് വെച്ചാൽ നാരങ്ങയുടെ നീരൊക്കെ ശരിക്കും ഇറങ്ങാനുണ്ടല്ലോ ഇതിലേക്ക്. അപ്പോൾ ഉപ്പിന്റെ അളവൊക്കെ അന്നേരം നമുക്ക് ശരിക്കും നാരങ്ങയുടെ നീരൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്കത് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ കുപ്പിയിലാക്കുന്നതിന് മുമ്പ് ഒരു ദിവസം പുറത്തിരിക്കണം. ഇതുപോലെ പാത്രത്തിലിരിക്കട്ടെ. അതിനുശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് നല്ല ഉണങ്ങിയ കുപ്പിക്കകത്താക്കി അടച്ചു വെക്കാം. അങ്ങനെ ഈത്തപ്പഴം നാരങ്ങ പിക്കിൾ ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.